കേരളത്തിൽ മുട്ട ചേർത്ത മയോണൈസിന് നിരോധനം ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയോ. പക്ഷേ ഫ്രാൻസിൽ ഇതൊരു കോമ്പറ്റീഷൻ ഐറ്റം കൂടിയാണ്. ഫ്രാൻസിലെ ലുവാ വാലി ലേ ഗ്രീസ് റെസ്റ്റോറൻറ്റ് ഇതിൽ ഗപ്പ് ഓടിച്ചു. ആഗോളതലത്തിൽ മുട്ട ചേർത്ത മയോണൈസ് നിരോധിക്കുന്നത് പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു മത്സരം തന്നെ സംഘടിപ്പിച്ചത്. മയോണൈസിന് മിക്ക രാജ്യങ്ങളും വിലക്ക് ഏർപ്പെടുത്തുമ്പോഴാണ് വിഭവം ജനകീയമാക്കാൻ ഫ്രാൻസിലെ എഗ് മയോണൈസ് സംരക്ഷണ കൂട്ടായ്മ ശ്രമിക്കുന്നത്. ഇതിന്റെ ഭാഗമായി 2018 മുതലാണ് മികച്ച എഗ് മയോണൈസ് ഏതെന്ന് കണ്ടെത്താൻ മത്സരം സംഘടിപ്പിച്ചു തുടങ്ങിയത്. ഇത്തവണ തലസ്ഥാനമായ പാരീസിലെ സെയിന്റിൽ വെച്ച് അസോസിയേഷൻ ടു സേവ് എഗ് മയോണൈസ് എന്ന സംഘടന ഒരു പാചക മത്സരം നടത്തി. ലോകത്തിലെ ഏറ്റവും സ്വാദിഷ്ടമായ മയോണൈസ് ഏതെന്ന സംശയത്തിന് അങ്ങനെ ഉത്തരമായി. ഫ്രാൻസിലെ ലുവാ വാലിയിലെ ലേ ഗ്രീസ് റെസ്റ്റോറന്റിലെ 3 ഷെഫുമാരുടെ സംഘം തയ്യാറാക്കിയ മയോണൈസ് സമ്മാനാർഹമായി. മത്സരത്തിന്റെ ഭാഗമായി വിവിധ വസ്തുക്കൾ ഉൾപ്പെടുത്തി മയോണൈസ് തയ്യാറാക്കി. പുഴുങ്ങിയ മുട്ടയുടെ മേലെ മയോണൈസ് ചേർത്ത് ഒരു വിഭവം, മയോണൈസിൽ വിവിധ പച്ചക്കറികൾ ചേർത്ത് മറ്റൊന്ന്. ഒരൊറ്റ വിഭവത്തെ എങ്ങനെ പല രീതിയിൽ സ്വാദിഷ്ടമായി ഉപയോഗിക്കാമെന്നു കൂടി പഠിപ്പിക്കുകയായിരുന്നു മത്സരം. Et on considère que l'œuf mayonnaise est un plat incroyable qui permet au restaurant ou chez soi de se poser quelques instants avec un sentiment de quiétude et de bonheur avec ce plat iconique dans la bouche. മയോണൈസ് എങ്ങനെ പാകം ചെയ്യുന്നു, എത്ര സമയമെടുത്ത് പാകം ചെയ്യുന്നു, ഏത് തരം മുട്ടയാണ് ഇതിനുവേണ്ടി ഉപയോഗിച്ചത് എന്നതിനെ ആശ്രയിച്ചാണ് വിധി നിർണയം. Le choix de l'œuf, la cuisson, le temps de cuisson qui va dépendre aussi de la température extérieure. സാമ്പത്തിക പ്രതിസന്ധികളെക്കുറിച്ചും ദുരിതങ്ങളെക്കുറിച്ചുമുള്ള ചർച്ചകൾക്കിടെ ജനങ്ങൾക്ക് സന്തോഷം കൊണ്ടുവരാൻ കൂടിയാണ് ഇത്തരമൊരു മത്സരം സംഘടിപ്പിച്ചതെന്ന് മത്സരത്തിന്റെ സംഘാടകർ പറഞ്ഞു. സ്റ്റോറി ഡെസ്ക്, ന്യൂസ് മലയാളം.